നമസ്കാരം. ഈ ആഴ്ച ലോകം എത്തിനോക്കുന്നത് പാരീസിലേക്കാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പാരീസിൽ വേനൽക്കാല ഒളിമ്പിക്സിന് കൊടിയേറുകയാണ്. പതിവ് ഒളിമ്പിക്സ് പ്രോട്ടോക്കോളുകളിൽ നിന്നും വളരെ വിഭിന്നമായി, വളരെ വ്യത്യസ്തമായി ഇത്തവണ സ്റ്റേഡിയത്തിന് പുറത്ത് ഒരു ഒളിമ്പിക്സ് പരേഡ് നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. പാരീസിൻ്റെ തനത് സംസ്കാരം, കല, അതിനെയെല്ലാം ലോകത്തിന് മുന്നിൽ വർണ്ണക്കാഴ്ചകളായി ഫ്രാൻസ് നാളെ അവതരിപ്പിക്കുകയാണ്. 206 രാജ്യങ്ങളിൽ നിന്നായി 10,500ഓളം കായിക താരങ്ങൾ നാളെ ആഡംബര നൗകയിൽ 6 കിലോമീറ്ററോളം നോട്രഡാമും ലുവറും കോൺകോർഡും താണ്ടി ഈഫൽ ടവറിന് മുന്നിൽ എത്തുമ്പോൾ ഒരു പുതിയ ഏട് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഫ്രാൻസ് രചിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പാരീസിന്റെ ഇരു കരകളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്ന കാണികളെ സാക്ഷിയാക്കി സീൻ നദിക്കരയിലൂടെ ആഡംബര നൗകകളിൽ കായിക താരങ്ങളിലെ ലോകത്തിന് ഫ്രാൻസ് പരിചയപ്പെടുത്തും. 7 മെഡലുകൾ എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവുമായാണ് ഇന്ത്യ ഇത്തവണ ടോക്കിയോയിൽ നിന്നും പാരീസിലേക്ക് എത്തുന്നത്. ടേബിൾ ടെന്നീസ് താരമായ ശരത് കമൽ നയിക്കുന്ന ഇന്ത്യൻ കണ്ടിജന്റിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ നീരജ് ചോപ്രയും PV സിന്ധുവും ഉൾപ്പെടെ മറ്റനേകം കായിക താരങ്ങളുണ്ട്. അതിൽ പലരും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളാണ്. ഈ അടുത്തയിടയ്ക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് PT ഉഷ പറഞ്ഞത് ഇത്തവണ ഇന്ത്യയുടെ ലക്ഷ്യം 2 അക്ക മെഡലുകളാണെന്നാണ്. നിലയ്ക്കാത്ത പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ഭീഷണികൾ, അങ്ങിങ്ങായി എപ്പോഴും ഉണ്ടാകുന്ന കത്തിക്കുത്താക്രമണങ്ങൾ, ഇതെല്ലാം ഇവിടുത്തെ ഗവൺമെന്റിന് ചില്ലറ തലവേദനയല്ല ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയൊരു സുരക്ഷ തന്നെയാണ് ഇത്തവണ ഗവൺമെന്റ് ഒളിമ്പിക്സിനായി ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 45,000ഓളം പോലീസുകാരുടെ മുഴുവൻ സമയ നിയന്ത്രണത്തിലാണ് പാരീസ് നഗരം. 20,000 സ്വകാര്യ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ 10,000 സൈനികർ, എല്ലാം പാരീസിനെ വളരെ വലിയൊരു സെക്യൂരിറ്റി സോണായി 3 നിയന്ത്രിത മേഖലകളായി തിരിച്ചുകൊണ്ട് വളരെ വലിഞ്ഞു മുറുക്കിയാണ് പ്രവർത്തിക്കുന്നത്. പാരീസിന്റെ പ്രാന്തപ്രദേശത്ത് ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി ഒരു താത്കാലിക സൈനിക താവളവും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം എന്നിവ ലോകരാജ്യങ്ങളെ 2 തട്ടിലാക്കിയ ഈ സമയത്ത് ഈ രാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിർത്തി ഒളിമ്പിക്സ് നടത്തുന്ന ഫ്രാൻസിന് ഒരു വലിയ ചുമതല ലോക സമാധാനത്തിൽ വഹിക്കുവാനുണ്ട്. ഈ അടുത്ത് ഇന്റർനാഷണൽ ഒളിമ്പിക് പ്രസിഡന്റ് തോമസ് ബാച്ചിന്റെ ഒരു പ്രസ്താവനയുണ്ടായി. തമ്മിൽ മത്സരിക്കുവാൻ വിഘടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, ഒത്തൊരുമിച്ച് സമാധാനപരമായി മത്സരിച്ച് ജയിക്കുവാൻ കഴിയുമെന്ന് ഒളിമ്പിക്സ് മത്സരാർത്ഥികൾ നിങ്ങളെ കാണിച്ചു തരും. ഇത് ലോക നേതാക്കൾക്ക് നേരെയുള്ള ഒരു ചൂണ്ടുവിരലാണ്. കായികതയിലൂടെ മനസ്സ് കീഴടക്കുന്ന ആ തന്ത്രം. നന്ദി.